തമിഴിൽ നിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കൂടി ഡിജിറ്റൽ റിലീസ് ആയിട്ടുണ്ട്. ഷെറിഫ് രചനയും സംവിധാനവും നിർവഹിച്ച് വൈഭവ്, നന്ദിത ശ്വേത, താനിയ ഹോപ്പ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ രണം അറം തവരേൽ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. ചെന്നൈയിൽ പല സ്ഥലങ്ങളിലായി ഓരോരോ പെട്ടികളിലാക്കി കത്തിക്കരിഞ്ഞ കുറെ ശരീരഭാഗങ്ങൾ, അതായത് ഒരു പെട്ടിയിൽ കൈയ്യ്, അടുത്ത പെട്ടിയിൽ കാല്, പിന്നെ ശരീരം, അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. മൃതദേഹങ്ങളുടെ തിരിച്ചറിയാത്ത മുഖങ്ങൾ ആരുടേതെന്ന് വരച്ചു കണ്ടെത്തുന്ന ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ പോലീസ് സഹായത്തിന് വിളിക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ കഥ. ഇന്റർവെല്ലിനോട് അടുക്കുമ്പോഴും ക്ലൈമാക്സിലെ കുറച്ച് സീൻസും കുറച്ച് എൻഗേജിംഗ് ആയിരുന്നു എന്നുള്ളതാണ് പടത്തിന്റെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ട്വിസ്റ്റും പ്രെഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും കൊള്ളാമായിരുന്നു. ബാലാജി കെ രാജയുടെ ഛായാഗ്രഹണം, മുനീസിന്റെ എഡിറ്റിംഗ്, ആരോൾ കൊറേലിയുടെ സംഗീതം എന്നിവ ഒരു ത്രില്ലർ ഫിലിമിന് ചേരുന്ന വിധമാണ്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ വൈഭവ് തന്റെ പകുതി വേവിച്ച ഒരു കഥാപാത്രമാണെങ്കിൽ കൂടിയും തന്നെ കൊണ്ട് കഴിയും വിധം മികച്ചതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോലീസ് വേഷത്തിൽ താനിയ ഹോപ്പ് അത്ര നന്നായിട്ട് തോന്നിയില്ല. നന്ദിത ശ്വേത തന്റെ റോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സുരേഷ് ചക്രവർത്തി, സരസ് മേനോൻ, അങ്ങനെ പടം തുടങ്ങി തീരും വരെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ പടത്തിൽ വന്നു ചേരുന്നുണ്ട്. നായകന്റെ കൂട്ടുകാരന്റെ ഒക്കെ ആവശ്യം തന്നെ എന്തിനായിരുന്നു പോലും മനസ്സിലാവുന്നില്ല. കൺവിൻസിംഗ് അല്ലാത്ത സ്ക്രിപ്റ്റും മേക്കിങ്ങുമാണ് പടത്തിന് വിനയാകുന്നത്. ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ ആർട്ടിസ്റ്റ്, നായകന്റെ പ്രൊഫഷനൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷേ അതിനുമുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന നായകൻ അതിൽ നിന്നും ഇതിലേക്ക് എങ്ങനെ ചാടി എന്നുള്ളതൊന്നും പടത്തിൽ വ്യക്തമാകുന്നില്ല. ചെന്നൈയിൽ ഫുൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ കഥാപാത്രത്തെ ആശ്രയിച്ച് മാത്രമാണ് ജോലി ചെയ്യുന്നതെന്ന മട്ടിലാണ് കഥയുടെ പോക്ക്. പ്രമാദമായിട്ടുള്ള കേസുകൾ വരുമ്പോൾ ശിവ ഒന്ന് വരുമോ, ശിവ ഒന്ന് സോൾവ് ചെയ്തു തരുമോ, വാവ് ശിവ അടിപൊളി ഐഡിയ എന്നിങ്ങനെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പോലീസുകാർക്കും ഒരു ബുദ്ധിയുമില്ല, പുറത്തുള്ള നായകനാണ് എല്ലാം സോൾവ് ചെയ്യുന്നത് എന്നത് തന്നെ അവിശ്വസനീയമായിരുന്നു. എന്തോന്നടേ ഇത്. ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ കഥയിൽ ഇന്റർവെല്ലിന് ശേഷം പറയുന്നുണ്ടെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. സോ നോ ഇമോഷണൽ കണക്ഷൻ. ഇവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. ഒരു അൺഐഡന്റിഫൈഡ് ബോഡി കിട്ടുകയാണെങ്കിൽ അവർ വന്ന് സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്തി പിന്നെ അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ച് DNA ചെക്ക് ചെയ്ത് മിസ്സായിട്ടുള്ള ആളുകളുടേതുമായിട്ട് അത് മാച്ച് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ റിയലിസ്റ്റിക് സിനാരിയോ ഉള്ളപ്പോൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് നായകൻ വരയ്ക്കുന്ന മുഖം മാത്രം നോക്കി ആളെ കണ്ടുപിടിക്കാനിരിക്കുന്ന പോലീസൊക്കെ ഒട്ടും കൺവിൻസിംഗ് ആയിരുന്നില്ല. ചുരുക്കത്തിൽ നല്ലൊരു പ്ലോട്ട് ആയിരുന്നു, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത വിധം പാളിപ്പോയി എന്ന് വേണം പറയാൻ. ഒറ്റ വാക്കിൽ പകുതി വന്ന ഒരു ത്രില്ലർ എന്ന് പറയാം. ഞാൻ ഇതിന് 2.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകി. ഇതൊരു ബിലോ ആവറേജ് ത്രില്ലർ ആണെന്ന് പറയുകയുള്ളൂ. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇതൊരു ഗംഭീര ചിത്രമായി തന്നെ തോന്നിയിരിക്കാം. പടം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. മലയാളം ഡബ്ബിംഗ് ഉണ്ട്, ബട്ട് തമിഴ് തന്നെ കാണുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്.